ലാലയുടെ അടുത്ത് വളരെ സത്യസന്ധനായ ഒരു വേലക്കാരൻ ഉണ്ടായിരുന്നു. പക്ഷേ അവന് ചെവി കേൾക്കില്ല. അല്ലെങ്കിൽ എങ്ങനെയും പറയാം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന് ശരിക്കും കേൾക്കില്ലെന്ന്. ലാല അവനോട് എന്ത് പറഞ്ഞാലും അതിനു പകരം മറ്റെന്തെങ്കിലും ചെയ്യും. ചില സമയത്ത് അത് ശരിക്കും ചെയ്യുമായിരുന്നു. എടാ രാജു, നിനക്ക് കേൾക്കാമോ? പറയൂ. എന്റെ കാറിന്റെ താക്കോൽ എടുത്തുകൊണ്ട് വാ. പക്ഷേ രാജു ബോട്ടിലും ഗ്ലാസും കൊണ്ടുവന്ന് വെച്ചു. എടാ, നീ ഇത് എന്തോന്നായി എടുത്തോണ്ട് വന്നത്? സാറല്ലേ എന്നോട് പറഞ്ഞത് സാധനവും ഗ്ലാസും എടുത്തുകൊണ്ട് വരാൻ. അതുകൊണ്ടാ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഇന്ന് സാറിന് കുടിക്കണമെന്ന ആഗ്രഹം വന്നെന്ന് തോന്നുന്നു. എടാ മണ്ട, ഞാൻ നിന്നോട് കാറിന്റെ താക്കോല എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്. വേഗം പോയി കൊണ്ടുവാ. രാജു ഇത്തവണ കാറിന്റെ താക്കോൽ കൊണ്ടുവന്ന് കൊടുത്തു. ലാല സ്വർണം വാങ്ങാൻ അടുത്ത ദിവസം പട്ടണത്തിൽ പോകേണ്ടിയിരുന്നു. രാജു, ഇവിടെ വാ. പറയൂ. രാജു, നാളെ സ്വർണം വാങ്ങാൻ ഞാൻ പട്ടണത്തിൽ പോകുന്നുണ്ട്. നീ വക്കീലിന് സ്വീറ്റ് ബോക്സ് കൊടുത്തേക്ക്. പിന്നെ കേസ് ജയിപ്പിച്ചതിന് അങ്ങേരോട് നന്ദിയും പറഞ്ഞേക്ക്. ശരി മുതലാളി, നിങ്ങൾ വിഷമിക്കാതെ പോകൂ. ഞാൻ എല്ലാം നോക്കിക്കോളാം. താങ്കൾ ഉറങ്ങൂ. ഞാൻ നാളെ വക്കീലിന് സ്വീറ്റ് കൊടുക്കാം. അടുത്ത ദിവസം ലാല പട്ടണത്തിലേക്ക് പോയി. രാജു ഒരു സ്വീറ്റ് ബോക്സും എടുത്ത് വക്കീലിന്റെ വീട്ടിൽ ചെന്നു. വക്കീൽ സാർ, താങ്കൾക്ക് കുഞ്ഞ് ജനിച്ചതിന് ആശംസകൾ. അതുകൊണ്ടാണ് ഞാൻ സ്വീറ്റ് ബോക്സ് കൊണ്ടുവന്നത്. എന്റെ മുതലാളി താങ്കൾക്ക് ഇത് തരാൻ പറഞ്ഞു. തനിക്കെന്താ ഭ്രാന്തുണ്ടോ? തന്നെ ആരാ അയച്ചത്? ഞാൻ ലാലയുടെ വീട്ടിലെ ജോലിക്കാരനാ. ലാലയെ കൂട്ടിക്കൊണ്ടുവാ. ഇപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കണം. അപ്പ ലാല വീട്ടിൽ വന്നിരുന്നു. രാജു വക്കീൽ വരാൻ പറഞ്ഞെന്ന് വക്കീലിന്റെ വീട്ടിൽ കൊണ്ടുവന്നു. പറയൂ വക്കീൽ സാർ, എന്തിനാ വിളിച്ചത്? ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണോ ജോലിക്ക് വെക്കുന്നത്? ഇയാൾ ഇവിടെ വന്ന് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? എനിക്ക് കുഞ്ഞ് ജനിച്ച് അവൻ വളർന്നു. ഇപ്പൊ വന്ന് കുഞ്ഞ് ജനിച്ചതിന് ആശംസ പറയുന്നു. അയ്യോ വക്കീൽ സാർ, എന്നോട് ക്ഷമിക്കണേ. കേസ് ജയിച്ചതിന് താങ്കൾക്ക് സ്വീറ്റ് ബോക്സ് കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞത് ഇവന്റെ ചെവിയിൽ വേറെ എന്തോ ആ കേട്ടത്. അയ്യോ, ഇങ്ങനൊരു ജോലിക്കാരന് തീറ്റ കൊടുക്കരുതേ. ഇയാള് തുടരുവാണെങ്കിൽ തന്റെ ഗതി അതോ ഗതി. അല്ല വക്കീൽ സാർ, ഇവൻ വളരെ സത്യസന്ധനാ. അതുകൊണ്ടാ ഞാനിവനെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. ലാലാ രാജു രണ്ടുപേരും അവിടുന്ന് പോയി. അടുത്ത ദിവസം രാജു കാരണം വലിയ തെറ്റ് സംഭവിച്ചു. രാജു ലാലയുടെ ഏതൊരു സ്ഥലത്തെ ആധാരം എവിടെയോ വെച്ച് മറന്നുപോയി. ദേഷ്യത്തിൽ ലാല പറഞ്ഞു, രാജു, നീ ഇവിടെ നിന്നും പൊയ്ക്കോ. നീ കാരണം എനിക്ക് എത്രത്തോളം ലോസ് വന്നെന്നറിയാമോ? പോയി ഇവിടെ നിന്ന്. രാജു കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അവൻ നടന്ന് ഒരുപാട് ദൂരം വന്നു. അവിടെ ഒരു പഴയ കെട്ടിടമുണ്ടായിരുന്നു. രാജു അത് കണ്ടു. ഇവിടെ കുറച്ചു നേരം നിന്ന് വിശ്രമിച്ചിട്ട് പോകാം. അവൻ ആ മുറിയിൽ ഉറങ്ങാമെന്ന് നോക്കുമ്പോൾ മറ്റൊരു മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു. ഉടനെ അവൻ അവിടെ നോക്കി. അവിടെ 2-3 പേരുണ്ടായിരുന്നു. അതിൽ ചില പേർ ലാലയുടെ അടുത്ത് പണി ചെയ്തവരുമാണ്. അവരുടെ കയ്യിൽ വലിയ വലിയ തോക്കുണ്ടായിരുന്നു. ഞാൻ കേട്ടു, ലാല ഇന്നലെ ഒരുപാട് സ്വർണം വാങ്ങിയെന്ന്. അതെ മുതലാളി, നമുക്ക് ആ വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിക്കാൻ എന്റെ കയ്യിൽ നല്ലൊരു വഴിയുണ്ട്. അതെ മുതലാളി, അത് മാത്രമല്ല ഇന്ന് മോഷ്ടിക്കാൻ നല്ല ദിവസമാ. ശരി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ വെളിയിൽ പോകുക. രാത്രി അയാളുടെ വീട്ടിൽ കയറി അവിടെയുള്ള എല്ലാം ഇങ്ങി എടുത്തേക്കാം. ശരി മുതലാളി, എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് ഞങ്ങൾ റെഡി ആയിരിക്കാം. രാജു അവർ സംസാരിച്ച എല്ലാം കേട്ടു. എന്നിട്ട് മനസ്സിൽ ചിന്തിച്ചു, ഇവരെല്ലാവരും മോഷ്ടാക്കളാണ്. ഇവർ മുതലാളിയുടെ സ്വർണമെല്ലാം മോഷ്ടിക്കുമോ? ഇന്നലെയാ അദ്ദേഹം ഒരുപാട് സ്വർണം വാങ്ങിയത്. ഇല്ല, ഞാൻ വേഗം പോയി. എനിക്ക് ഇത് മുതലാളിയോട് പറഞ്ഞേ പറ്റൂ. രാജു വേഗം മുതലാളിയെ കാണാൻ ചെന്നു. മുതലാളി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇപ്പോൾ എന്തു പറ്റിയെന്നാ? തിരിച്ചെന്തിനാ വന്നത്? മുതലാളി മോഷ്ടിക്കാൻ വരുന്നു. മോഷ്ടിക്കാൻ. ഇന്നലെ താങ്കൾ പട്ടണത്തിൽ നിന്ന് സ്വർണം വാങ്ങിയില്ലേ? അതെല്ലാം മോഷ്ടിക്കാൻ മോഷ്ടാക്കൾ പ്ലാൻ ചെയ്യുന്നു. അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നീ ഒരു പൊട്ടനാ. അവരെന്തു പറഞ്ഞു? നീ കേട്ടത് എന്താണോ? ഇല്ല മുതലാളി, ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. അവർ വീട്ടിനുള്ളിൽ കയറാൻ പുതിയ വഴിയും കണ്ടെത്തിയിട്ടുണ്ട്. ശരി, ഇന്ന് രാത്രി നീ ഇവിടെ നിൽക്ക്. ഞാനൊന്ന് നോക്കട്ടെ ആരാ വരുന്നതെന്ന്. ഇനി ആരും വന്നില്ലെങ്കിൽ നിന്നെ ഈ പരിസരത്ത് കാണാൻ പാടില്ല. ലാല വീട്ടിൽ സെക്യൂരിറ്റിയെ അധികപ്പെടുത്തി. രാത്രി ഒരുപാട് വൈകിയിരുന്നു. അപ്പ സെക്യൂരിറ്റി അവർ 2 പേരും ചാടിയത് കണ്ടു. അവർ ഉടനെ ആ 2 പേരെയും പിടിച്ചു. സാർ, ഇവർ നിങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നതാ. ഫോണ് വിളിച്ച് പോലീസിനെ ഏൽപ്പിക്കൂ. അപ്പോൾ ലാല രാജുവിനെ വിളിച്ചു. രാജു, എന്നോട് ക്ഷമിക്കടാ. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. നീയാണ് എന്റെ യഥാർത്ഥ ജോലിക്കാരൻ.
നിനക്ക് ചെവി കേൾക്കില്ല എങ്കിലും നിന്നെക്കാൾ നന്ദിയുള്ള ഒരു ജോലിക്കാരൻ എനിക്ക് കിട്ടാനേ പോകുന്നില്ല. ആ കേൾക്ക്, ഇതിന് പ്രത്യുപകാരമായി നിനക്ക് എന്താ വേണ്ടത്? ഞാനത് തരാം. മുതലാളി, എനിക്ക് ഒന്നും വേണ്ട. താങ്കൾ എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. ഈ ലോകത്ത് എനിക്ക് വേറെ ആരുമില്ല. ഞാൻ ഇവിടെ തന്നെ ജോലിക്കാരനായി ജീവിച്ചോളാം. ശരി ശരി, ഞാനിനി നിന്നെ വഴക്ക് പറയുകയില്ല. ലാല വീണ്ടും അവന് ഇഷ്ടപ്പെട്ട പണിക്കാരനെ വീട്ടിൽ പണിക്കായി വെച്ചു. അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷമായി ആ വീട്ടിലിരുന്നു.